നമ്മൾ സ്റ്റൗ കത്തിക്കണം. എന്നിട്ട് അതിൻ്റെ മേലോട്ട് പാത്രം വെക്കണം. സോറി ഗൈസ്, ഞാൻ വിട്ടുപോയി. സിമ്പിൾ സ്പൂൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പപ്പടമാണ്. ഏറ്റവും എളുപ്പത്തിൽ നല്ല ഷേപ്പുള്ള പപ്പടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തിരക്കുള്ള ഈ ഡെയിലി ലൈഫിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പപ്പടം. പപ്പടം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ആദ്യം നമ്മൾ പാത്രത്തിലെ ഈ വെള്ളം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൂം ചെയ്തി. വെള്ളം പോകാതെ എണ്ണ ഒഴിച്ചാൽ ഇത് പൊട്ടിത്തെറിച്ച് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നതാണ്. വെള്ളം എല്ലാം പോയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഫോർച്യൂണിൻ്റെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. അവിടെ തേങ്ങയുള്ളതുകൊണ്ട് എണ്ണൻ്റെ ആവാത്താണ്. എണ്ണ ഇങ്ങനെ പപ്പടം മുക്കാൻ പറ്റിയ രീതിയിൽ ഒഴിക്കുക. ഇത് കുറേ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിൻ്റെ മൂടി തുറന്ന് എണ്ണ ഒഴിക്കാം. മൂടി തുറക്കാം. ഇനി എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. എണ്ണ ചൂടാവുന്നുണ്ട്. നല്ലോണം ചൂടായ എണ്ണയിലോട്ടാണ് പപ്പടം ഇടേണ്ടത്. ഇനി നമുക്ക് പപ്പടം എടുക്കാം. ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പപ്പടം. ഇനി പാക്കറ്റ് പൊട്ടിക്കണം. പാക്കറ്റ് പൊട്ടിച്ചു. ഇനി അതിന് 4 പപ്പടമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ 2 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പപ്പടം വെച്ച് 4 പപ്പടമാണ് ആക്കാൻ പോകുന്നത്. ഇനി എണ്ണ ചൂടായി നോക്കാം. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ പപ്പടം കുറച്ച് ഇങ്ങനെ അതിൻ്റെ സൈഡൊന്ന് മുക്കി കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഞാനിവിടെ സൈഡ് ഇങ്ങനെ കുറച്ച് മുക്കുവാണ്. നമുക്ക് എണ്ണയിൽ കൊമളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കത് പപ്പടം പയ്യെ ഇടാം. ഇത് പപ്പടമായി വരികയാണ്. ഇനി നമുക്കത് ഫോർക്ക് വെച്ച് പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കി കൊടുക്കാം. ഇനി അത് മറിച്ചിടാം. എന്നിട്ട് കുത്തി നോക്കുക. അപ്പോൾ അത് പപ്പടം പോലെ ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ പപ്പടം പോലെ ആയി. ഇത് ആദ്യത്തെ പപ്പടം ആയതുകൊണ്ടാണ് ഈ ഷേപ്പ്. അടുത്തത് തൊട്ട് നമുക്ക് നല്ല വൃത്തിക്കുള്ള പപ്പടം വരും. ഇതിപ്പോൾ ആയി. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കളയണം. ആക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ പപ്പടം ഇടാം. നമുക്ക് സമോസേൻ്റെ ഷേപ്പിലുള്ള പപ്പടമാണ് വന്നിരിക്കുന്നത്. ഇത് അറിയാണ്ടായതല്ല, ഞാൻ നടുക്ക് കുത്തിയിട്ട് സമോസ പോലെ ആക്കിയതാണ്. ഇനി നമുക്കത് മറിച്ചിടാം. നോക്ക്, ഞാനിത് കഴിച്ചതല്ല. സമോസേൻ്റെ കളർ ഇതാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ കളറിലാക്കിയതാണ്. ഇനി പയ്യെ നമുക്കത് എടുക്കാം. സൂക്ഷിച്ചെടുക്കണം. എണ്ണയൊക്കെ തെച്ച് കൈ വീണിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ പൊള്ളി വൃത്തികേടാവും. അടുത്ത എൻ്റെ അനിയത്തിയാണ് ഇടുന്നത്. അവളത് വലിയ അടുത്ത വട്ടത്തിലൊക്കെ വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അഹങ്കാരമൊക്കെ കാണേണ്ടി വരും. അത് പയ്യെ നമുക്കിടാം. അടുത്ത പപ്പടത്തിന് വേണ്ടി ഇവിടെ അടി കൂടുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ കൊടുക്കൂല. അടുത്ത ഞാൻ സമോസ പപ്പടം തന്നെയാക്കും. അത് പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇത് സമോസ പപ്പടം ആവേണ്ടതായിരുന്നു. പക്ഷെ ആ സൈഡ് ആദ്യം പൊട്ടിപ്പോയത് കൊണ്ടാണ് ആവാതിരുന്നത്. കുറച്ച് കരിഞ്ഞു പോയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഓഫാക്കാം.